കാര്യമായ കുഴപ്പമൊന്നും കാണാനില്ല. തലയിടിച്ച് വീണത് കൊണ്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായതേ കാണുന്നുമില്ല. എക്സ്റേയുടെയും സ്കാനിങ്ങിന്റെയും റിസൾട്ട് പോസിറ്റീവാണ്. പക്ഷേ ബ്ലഡ് ടെസ്റ്റ്... എന്താ ഡോക്ടർ? ഏതോ കടുത്ത ലഹരി വസ്തു കുട്ടിയുടെ ഉള്ളിൽ ചെന്നിട്ടുണ്ട്. ഐ മീൻ എ സ്ട്രോങ് ഡ്രഗ്. എന്താണെന്നതിനെ പറ്റി എന്തെങ്കിലും ഊഹമുണ്ടോ? അങ്ങനെയൊന്നുമില്ല ഡോക്ടർ. എന്തിനെങ്കിലുമുള്ള മരുന്ന് കഴിക്കാറുണ്ടോ കുട്ടി? ഡോക്ടർ 3-4 മാസം കോമയിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് സ്ഥിരമായിട്ട് കുറച്ച് മരുന്നുകളുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ്സ് മാത്രമേ ഉള്ളൂ. ഡോക്ടർ, ഇനിയിപ്പം തലയിടിച്ച് വീണതുകൊണ്ട് കോമയുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും? ഏയ്, അതൊന്നുമല്ല. കോമയുടെ സിംറ്റംസ് ഒന്നുമില്ല. ഇതേതോ ശക്തി കൂടിയ മയക്കുമരുന്നാണ്. പക്ഷേ ഇതൊക്കെ എങ്ങനെ ഡോക്ടർ? ഒരുപക്ഷെ ആരെങ്കിലും ഭക്ഷണത്തിൽ ചേർത്ത് കൊടുത്തതാവാം. ഭക്ഷണത്തിൽ ചേർത്തും കൊടുക്കാലോ. പക്ഷെ ഇന്ന് മുഴുവനും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഡോക്ടർ. ഒരേ ഭക്ഷണമാണ് കഴിച്ചത്. വേറെ ഭക്ഷണമോ വെള്ളമോ ഒന്നും ആരും ഉപയോഗിച്ചിട്ടുമില്ല. ഞാൻ, വിഷ്ണുവേട്ടൻ, അർജുനേട്ടൻ, പ്രീതി, രോഹിത്, സുസ്മിത. വെയിറ്റ്. ചായ. എന്താ അർജുനേട്ടാ? ചതിച്ചത് അവള് തന്നെയാണ്, സുസ്മിത. അവൾ കൊടുത്ത ചായയിലായിരുന്നു ഇവളെ മയക്കിക്കെടുത്താനുള്ള മരുന്ന്. ഹലോ. എന്താ ചിറ്റപ്പാ CCTV ഫുട്ടേജിന്റെ കാര്യം? എന്താ പ്രത്യേകിച്ചൊരു അന്വേഷണം? ചിറ്റപ്പ, സർവ്വ തെളിവുകളും മായ്ച്ചു കളഞ്ഞാലും ഞാൻ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാനുള്ള തെളിവ് ആ ഫുട്ടേജിലുണ്ട്. ഞാൻ രോഹിത്തിനെ സൂയിസൈഡ് പോയിന്റിൽ നിന്ന് തള്ളിയിടുന്നതും പാറവിളുമ്പിൽ പിടിച്ചു കിടന്ന അവന്റെ കൈവിരലുകളിൽ മടം വിട്ട ചെരുപ്പുകൊണ്ട് ചവിട്ടി കൊക്കയിലേക്ക് ഇടുന്നതും ആ ഫുട്ടേജിലുണ്ടെന്നല്ലേ പറഞ്ഞേ? അതാരുടെങ്കിലും കൈ കിട്ടിയ ഒരു വിചാരണയും കൂടാതെ എന്നെ ജയിലിലേക്ക് പിടിച്ചിടാം. ഇത്രയും കാര്യങ്ങൾ അറിയാവുന്ന നീയാണോ ഇത്രയും കാലം ഒരുമാതിരി ആമയെ പോലെ തലയും പൊഴുത്തിയിരുന്നത്? അതെന്റെ ഗതികേടുകൊണ്ടല്ലേ ചിറ്റപ്പാ. പണം സംഘടിപ്പിക്കാൻ ഞാൻ പരമാവധി നോക്കി. മോഷ്ടിക്കാൻ വരെ ശ്രമിച്ചു എന്ന് ചിറ്റപ്പന് അറിയാലോ. എന്റെ ജീവിതത്തിന്റെ വിലയാ ആ ഫുട്ടേജിനുള്ളതെന്ന് എനിക്കറിയാം. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ എന്ത് വില കൊടുത്തു അത് സ്വന്തമാക്കും. അതിനിടയിൽ വിജയൻ അത് മറ്റാർക്കും കൊടുക്കാതിരുന്നാൽ മാത്രം മതി. ആ കാര്യം ചിറ്റപ്പന് ഉറപ്പാക്കണം. എങ്കിലേ വിജയൻ അത് വേറൊരാൾക്ക് കൊടുക്കാൻ പോകും. റെഡി ക്യാഷ് കൊടുത്ത് ആ ഫുട്ടേജ് വാങ്ങാൻ ഇവിടെ ആളുണ്ട്. ആരാ ചിറ്റപ്പ? അത്രയും വലിയ ഞെട്ടലൊന്നും വേണ്ട. ഈ ഞാൻ തന്നെ അടി പൊന്നും വില കൊടുത്ത് ആ ഫുട്ടേജ് ഇറങ്ങിയ പെൺഡ്രൈവ് വാങ്ങുന്നത്. നിന്റെ ചിറ്റപ്പൻ ചന്ദ്രബോസ്. ചിറ്റപ്പൻ വാങ്ങാൻ പോകുന്നോ? താങ്ക് യു സോ മച്ച് ചിറ്റപ്പ. വിജയൻ ഇന്ന് രാത്രി പെൺഡ്രൈവായിട്ട് ഇവിടെ എത്തും. അത് നമ്മുടെ കയ്യിലെത്തുന്നതോടെ എല്ലാം സേഫ്. ആട്ടെ, ചിറ്റപ്പൻ എങ്ങനെ സംഘടിപ്പിച്ചു ഇത്രയും പണം? രായേട്ടന്റെ അടുത്തേക്ക് ഇക്കാര്യം പറഞ്ഞോണ്ട് ചെല്ലാൻ പറ്റത്തില്ല എന്നുള്ളതാരും നിനക്കറിയാലോ. ഒടുവിൽ ഞാൻ രണ്ടും കൽപ്പിച്ച് നിന്റെ അമ്മയെ വിളിച്ചു. അയ്യോ, അമ്മ ചോദിച്ചില്ല എന്തിനാ പണം? ചോദിച്ചു. നീ ഒരു പ്രശ്നത്തിലാണെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞു. ചേച്ചി പണം തന്നു എന്ന് മാത്രമല്ല, അതുകൊണ്ട് വേറൊരു ഗുണം കൂടി ഉണ്ടായി. എന്ത് ഗുണം? ഏത് പ്രശ്നത്തിലും സർള ചേച്ചി നിനക്ക് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്.
നിനക്കെതിരെ നിൽക്കുന്നത് സത്യഭാമയാണെങ്കിലോ എന്ന് ഞാൻ ചുമ്മാ ഒന്ന് ഇട്ടുനോക്കി. ഏത് ഭാമയും പ്രശ്നമല്ല, മകളാണ് എനിക്ക് പ്രധാനമെന്നാണ് സർല ചേച്ചിയുടെ വാദം. ആഹാ, അതൊരു സന്തോഷ വാർത്തയാണല്ലോ. നമുക്ക് മുമ്പിൽ തുറന്നു കിടക്കുന്ന വാതിലുകൾ പലതും നമ്മൾ കാണുന്നില്ല എന്നാ ഇതിനർത്ഥം. ഞാനിപ്പോ ഒരടഞ്ഞ വാതിലിന് മുന്നിലാ ചിറ്റപ്പ. എന്താ? നാളെയാ പ്രീതി കോടതിയിൽ മൊഴി നൽകുന്നത്. അതിനു മുമ്പ് ഞാൻ രക്ഷപ്പെടാതിരിക്കാനായി അവരെല്ലാം കൂടെ എന്നെ ഒരു റൂമിൽ പൂട്ടിയിട്ടു. സത്യഭാമയുടെ വീട് തന്നെയാണോ? ആ അതെ. എന്താ ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ? ഇവിടെ പുതിയ ചില സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി. പ്രീതിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. ഞാൻ അവളുടെ തല പിടിച്ച് കല്ലിലിടിച്ചതടക്കം. അപ്പോഴവൾക്ക് പാതി ബോധം ഉണ്ടായിരുന്നത്ര. എടി, അപ്പൊ പ്രശ്നമാവല്ലോടി. നാളെ കോടതിയിൽ അവള് മൊഴി കൊടുക്കില്ലേ? ഒരു പ്രശ്നവുമില്ല ചിറ്റപ്പ. നാളെ കംപ്ലീറ്റ് അവള് ഉറക്കത്തിലായിരിക്കും. പിന്നെങ്ങനെ കോടതിയിൽ മൊഴി കൊടുക്കുന്നത്? മനസ്സിലായില്ല. ചിറ്റപ്പ, ഞാൻ അവക്ക് ചായയിൽ നല്ല ഒന്നാം തരം മയക്കുമരുന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറഞ്ഞത് 48 മണിക്കൂർ കഴിയാതെ അവളുടെ തല പൊങ്ങില്ല. സ്വന്തം പേര് പോലും ഓർമ്മിക്കാനുള്ള ത്രാണി കാണില്ല. പിന്നല്ലേ ഇത്. എടി, എന്ത് മരുന്നാണ് നീ അവക്ക് കൊടുത്തത്? അത് കണ്ടുപിടിക്കാന്നുള്ളത് ഡോക്ടർമാരുടെ ജോലിയല്ലേ ചിറ്റപ്പ. ഞാൻ കൊടുത്ത ഡ്രഗിന് ആന്റി ഡോസ് കൊടുത്ത് പ്രീതിയെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റുന്ന ഡോക്ടർ ഉണ്ടോന്ന് എനിക്കൊന്ന് കാണണം. ഉള്ളിച്ചെന്നിരിക്കുന്ന ഡ്രഗ് ഏതാണെന്ന് വ്യക്തമല്ല. ശക്തമായ ഡോസാണ്. ഈ കുട്ടിയെ അത്രയും നേരം ഉണർന്നിരുന്നത് തന്നെ ഭാഗ്യമാണെന്ന് പറയാം. ഡോക്ടർ, ഇനിയിപ്പോ മയക്കം തെളിയാൻ 48 hours, അതായത് 2 ദിവസം വരെ ആളെ മയക്കിക്കിടത്താൻ തക്ക ശക്തിയുള്ള മരുന്നാണെന്ന് ലാബ് പരിശോധനയിൽ അത് വ്യക്തമാണ്. ഞാനിപ്പോ കുത്തിവെച്ചത് ഒരു ആന്റിഡോസ് ആണ്. എത്രമാത്രം ഫലം ചെയ്യുന്നൊന്നും പറയാൻ വയ്യ. ഡോക്ടർ എന്താ പറഞ്ഞു വരുന്നത്? ബ്ലഡിൽ കലർന്നിരിക്കുന്ന കെമിക്കൽസിൽ നിന്ന് ഡ്രഗിന്റെ സ്വഭാവത്തെ പറ്റി ഒരു ഏകദേശ രൂപമേ കിട്ടുന്നുള്ളൂ. ചേരുവകൾ മാറുന്നതിനനുസരിച്ച് ഡ്രഗിന്റെ സ്വഭാവവും മാറാം. ചിലപ്പോൾ എഫക്റ്റ് കൂടും, അല്ലെങ്കിൽ കുറയും. ഈ ആന്റിഡോസ് ഒരു പരീക്ഷണം മാത്രമാണ്. 48 മണിക്കൂറിനുള്ളിൽ മയക്കത്തിൽ നിന്ന് ഉണരുക എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. ഡോക്ടർ, നാളെ പ്രീതിക്ക് കോടതിയിൽ മൊഴി നൽകാനുള്ളതാ. ആ മൊഴി അനുസരിച്ചിരിക്കും ഞങ്ങളുടെ എല്ലാം മുന്നോട്ടുള്ള ജീവിതം. മെഡിക്കൽ സയൻസിൽ എന്നെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. പ്രീതി നേരത്തെ ഉണരാൻ, ഉണർന്നാൽ കോടതിയിൽ വന്ന് മൊഴി നൽകാനുള്ള ഓർമ്മയുണ്ടാകാൻ പ്രാർത്ഥിക്കുക. നമുക്ക് കാത്തിരിക്കാം. ഒരുപാട് കാത്തിരുന്നതാ മോളെ, നീ കോമയിൽ നിന്നുണരാൻ. ഉണർന്നെഴുന്നേറ്റ് വന്ന് ഈ ലോകത്തോട് സത്യം പറയാൻ.
ഒടുവിലെല്ലാം ശരിയായ സമയത്ത് ഈ നിർണായക വേളയിൽ തോറ്റുപോവല്ലേ മോളെ നീ. ഈ അർജുനേട്ടനെ തോൽപ്പിച്ച് കളയല്ലേ നീ. എന്നിട്ട് വാ, എഴുന്നേറ്റ് വരണ പ്ലീസ്, എഴുന്നേറ്റ് വാ പ്രീതി. പൊന്നിയ ആ എന്താ പൊന്നി? ആ കുഞ്ഞെ, എന്താ? എന്താ ശാലിനി? വിഷ്ണുട്ടാ, കോടതി തീരുന്നതിന് മുമ്പ് തന്നെ പ്രീതി മയക്കത്തിൽ നിന്ന് ഉണരണമെന്ന ഓരോ നിമിഷവും എന്റെ പ്രാർത്ഥന. സുസ്മിത പ്രയോഗിച്ച കുബുദ്ധിക്ക് അവൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ തിരിച്ചടി അതുതന്നെയാ. പ്രീതി ഉണരാതെ തന്നെ സുസ്മിതയെ ഈ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ കഴിയുന്ന വലിയൊരു ആയുധം നമുക്ക് മുന്നിൽ ഇപ്പൊ വീണ് കിട്ടിയിട്ടുണ്ട് വിഷ്ണുട്ടാ. സാധിക്കുമെങ്കിൽ അത് നമുക്ക് കൈക്കലാക്കണം. നീതിയിലേക്കുള്ള എല്ലാ വഴികളും അടഞ്ഞ പ്രയോഗിക്കാനുള്ള അവസാനത്തെ ആയുധം. പക്ഷേ അതിന് വിഷ്ണുവേട്ടൻ വീണ്ടും പഴയ അവതാരം എടുക്കേണ്ടി വരും. പഞ്ചകൈലാസത്തിലെടുത്ത വൈഷ്ണവ അവതാരം. ആ 25 ലക്ഷം തികച്ചുണ്ടല്ലോ അല്ലേ സാറേ? വിജയന് സംശയം ഉണ്ടെങ്കിൽ എണ്ണി നോക്കാം. ഏയ്, ഞാൻ എണ്ണൊന്നുമില്ല. ആ, ഇനി വേണമെങ്കിൽ ഒരു പങ്കെടുക്കാം. വിജയൻ എന്താ എത്ര നേരം കഴിക്കായിരുന്നത്? എന്നെ സംശയം ഉണ്ടായിട്ടാ? സാറിനെ സംശയിച്ചല്ല, എന്നെ തന്നെ പേടിച്ച. മദ്യപിക്കുന്നവർക്കൊരു സ്വഭാവമുണ്ട്. കള്ളങ്ങകത്ത് ചെന്നാല് പിന്നെ സ്നേഹം കൂടും. പിന്നെ ചോദിക്കാതെ തന്നെ ഓരോന്ന് ഉദാരമായിട്ടങ്ങ് ദാനം ചെയ്യും. ദേ, 25 ലക്ഷം രൂപ വിലയുള്ള ഈ പെൻഡ്രൈവ് വരെ ഞാൻ ചിലപ്പോ സാറിനടുത്തങ്ങ് ഫ്രീ ആയിട്ട് തന്നു കളയും. അത് കഥാ. ആ, 500 രൂപ വിലയുള്ള പെൻഡ്രൈവിന് 25 ലക്ഷം രൂപ ഇത്തിരി കൂടുതലല്ലേ വിജയ? ആ പെൻഡ്രൈവിനല്ലല്ലോ, അതിലുള്ള ഫൂട്ടേജിനല്ലേ സാറേ വില. ആ CCTV സിസ്റ്റത്തിൽ നിന്നുള്ള ഫുട്ടേജ് എല്ലാം മായ്ച്ചു കളഞ്ഞല്ലോ അല്ലേ? അതൊക്കെ മായ്ച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ സാറേ. നാളെ ഇതേ ഫുട്ടേജുമായി വേറൊരുത്തൻ എന്റെ മുമ്പിൽ വന്ന് നിൽക്കരുത്. സാറിന് എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലേ? വിശ്വാസവും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു വിജയ. പക്ഷേ നിസ്സാരമായൊരു CCTV ഫുട്ടേജിന്റെ പേരിൽ താൻ എന്റെ കയ്യിൽ നിന്ന് 25 ലക്ഷം രൂപ കണക്ക് പറഞ്ഞു വാങ്ങിയപ്പോ അതൊക്കെ അങ്ങ് പോയിടോ. അതും എന്റെ കുടുംബത്തിലെ ഒരു കാര്യമാണെന്ന് ഓർത്തില്ലത്. കുടുംബത്തിന്റെ വിലയൊന്നും വിജയൻ അറിയില്ല സാറേ. മുത്തപ്പൻ കോവിലിന്റെ മുന്നിൽ ഏതോ ഒരു സ്ത്രീ പ്രസവിച്ച് ഉപേക്ഷിച്ചു പോയ ഒരു കുട്ടി, അതാണ് ഈ വിജയൻ. പിന്നെ ആകെ ഉള്ളത് സാറിനെ പോലെയുള്ള ചിലരുടെയൊക്കെ വിശ്വാസവും സ്നേഹവും ഒക്കെയാണ്. അതെപ്പോ വേണമെങ്കിലും പോകാം. ദേ, ഇപ്പൊ സാറിന്റെ കാര്യം തന്നെ കണ്ടില്ലേ. അതുകൊണ്ട് ഈ വിജയനൊന്ന് സേഫാവാൻ വേണ്ടിയാ 25 ലക്ഷം. പിന്നെ ഒരായുഷ്കാലം ജയിലിൽ ചപ്പാത്തി പരത്തുന്നതിനേക്കാൾ നല്ലത് 25 ലക്ഷം രൂപ കൊടുത്ത് തെളിവ് നശിപ്പിക്കുന്നതാ. 25 ലക്ഷം കുറഞ്ഞു പോയെന്നാ എനിക്ക് തോന്നുന്നത്. ആ പെൺകൊച്ചിന് ഇനിയും ഒരുപാട് ജീവിതം ബാക്കിയുള്ളതല്ലേ.
ലൈഫ് ഇൻഷുറൻസുകാർ സമ്മഷ്യോട് കണക്കാക്കുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ അതുക്കും മേലെയാ തുക. സാറിന്റെ കുടുംബത്തിനായതുകൊണ്ട് ഞാനൊരു ഡിസ്കൗണ്ട് ചെയ്തു എന്ന് കൂട്ടിയാൽ മതി. അല്ല, സാറിന്റെ മുഖത്ത് ഇപ്പോഴും ഒരു തൃപ്തിക്കുറവുണ്ടല്ലോ. ഒരു കച്ചവടം നടത്തിയിട്ട് പിന്നെ അതിനെപ്പറ്റി വിലപേശുന്നത് വിജയന് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. എന്റെ തൃപ്തിയൊന്നും നീ നോക്കണ്ട, നീ ചെല്ല്. അപ്പൊ ശരി സാറേ. സാർ ഇത് വെച്ചോ. പെൺഡ്രൈവും എനിക്ക് വേണ്ട, വിട്ടേക്ക്. വരട്ടെ സാറേ. ആ പക്ഷേ അതിനുള്ളിലെ ഫൂട്ടേജ് നാളെ കോടതിയിലെത്തിയിരിക്കും സാറേ. സാർ ഒരു ചെറ്റയാണെന്ന് എനിക്കറിയാം. പക്ഷേ അതിലും വലിയ ചെറ്റയായി ഈ വിജയൻ. അതുകൊണ്ട് ഈ ഫുട്ടേജ് ഒരു ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ കോപ്പി ചെയ്ത് ബന്ധപ്പെട്ടവരെ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കാതെ ഞാൻ ഇങ്ങോട്ട് വരുമോ സാറേ? എടോ, ഞാനൊരു തമാശ കാട്ടിയെന്ന് വിചാരിച്ച്. സാർ ഒരു തമാശ കാട്ടിയപ്പോ ഞാനൊരു തമാശ പറഞ്ഞതേ ഉള്ളൂ. സാറ് പേടിക്കണ്ട. ആ പെൻഡ്രൈവിലെ ഫൂട്ടേജുമായിട്ട് നാളെ ഒരുത്തനും സാറിന്റെ മുന്നിൽ വന്ന് നിൽക്കില്ല. അത് വിജയന്റെ ഉറപ്പാ. സാറിന് ഇനിയും തമാശ കാട്ടാൻ തോന്നുന്നത് വരെ. അപ്പൊ പോട്ടെ സാറേ. ആ ആ എങ്ങനെ സാറേ, ഞാൻ പോണോ അതോ? വഴിമാറി കുറ. ആ ആ പിന്നെ സാറേ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇതുപോലുള്ള ഉടായ്പൊക്കെ മാറ്റിവെച്ച് ഇച്ചിരി സീരിയസ് ആവണം. കാരണം തീപ്പൊരിയല്ല, തീ തന്നെയാ സാറിന്റെ പോക്കറ്റിൽ കിടക്കുന്നത്. സാറിന്റെ ചേട്ടന്റെ മോളുടെ ജീവിതം ഭസ്മമാക്കാൻ പോകുന്ന തീ. അതന്വേഷിച്ച് അവൻ വരാതിരിക്കില്ല. പഞ്ചകൈലാസത്തിൽ കൽക്കിയായിട്ട് അവതരിച്ചവൻ ഏത് വേഷത്തിലും ഏത് രൂപത്തിലും ആ അവതാരമുണ്ടാകാം. തൂണ് പിളർന്നെത്തുന്ന നരസിംഹമായി വരെ. ചോദിച്ച കാശൊന്നുമില്ലേ? ഇയാള് പോകാൻ നോക്ക്. ഞാൻ സാറിന്റെ നന്മയെ കരുതി പറഞ്ഞു എന്നേ ഉള്ളൂ. കേട്ടാൽ സാറിന് കൊള്ളാം. വരട്ടെ സാറേ. അയാളുടെ പുറകെ പോയി പിടിച്ചാലോ സാറേ? വേണ്ടടാ, കൊടിയ വിഷം അവന്. അവനേക്ക് ഈ പണിയേൽപ്പിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം സാർ? എന്തായാലും നിങ്ങൾ വന്നല്ലേ, എനിക്കൊരു കമ്പനിക്ക് ഇവിടെ നിൽക്കും. അപ്പോ സാറിന് പേടിയുണ്ടല്ലേ? പേടിയോ? ആർക്ക്? ഇത് CI ചന്ദ്രബോസാടാ, ചന്ദ്രബോസ്. ഞാനിവിടെ ഒറ്റയ്ക്കാണ്ട് പറഞ്ഞതേ ഉള്ളൂ. നീയൊക്കെ ഓരോന്ന് വീശുന്നോ? വേണ്ട സാറേ. എന്താണത്? അറിയില്ല സാർ. ഒന്ന് പോയി നോക്കണോ?
രണ്ടാളും കൂടെ എങ്ങോട്ടാ? ഒരുത്തം പോയി നോക്ക്. പോയി നോക്കണോ? ആരെങ്കിലും ഈ വളപ്പിൽ കയറിയിട്ടുണ്ടോ നോക്ക്. പോയി നോക്കണോ? സാറേ, മുറ്റത്തൊരു ജീപ്പ് കിടക്കുന്നു. ജീപ്പോ? പോയി നോക്കടാ, അതിലുള്ള ആരെങ്കിലും ഉണ്ടോന്ന്. വന്നിരിക്കുന്ന അവനാണെങ്കിൽ ഈ മുറ്റത്ത് മുട്ടുകാലിൽ എഴണം. ചെല്ലു പോ. അവൻ ഇത്രക്ക് ധൈര്യമോ? എന്തായിടോ? ജീപ്പിനുള്ളിൽ ആരുമില്ല സാറേ. വീടിന് ചുറ്റും പോയി നോക്കണോ? ഇത് അവന്റെ വണ്ടി തന്നെ. ആരാണ് അകത്ത്?